ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്മസിലേക്ക് ഞാനും നിങ്ങളും അടുത്തു വന്ന് ഇന്നേ ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിരുന്നാൾ ഞാനും നിങ്ങളും ആഘോഷിക്കുന്ന ദിവസമാണ്. എന്റെ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈശോ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്കും നിങ്ങൾക്കും മധ്യേ രക്ഷകനായി വന്നു പിറന്നത് എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ എന്റെയും നിങ്ങളുടെയും രക്ഷകനായി എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ഞാൻ നിങ്ങളും ആയിരിക്കുന്ന ഇടത്ത് ഈശോ വന്ന് പിറക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈശോയുടെ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ അച്ഛൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ആത്മാവിൽ നിങ്ങളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വചനം എന്നുള്ളത് പരിശുദ്ധ കന്യകാമറിയം മാലാഖയോട് പറഞ്ഞ ഒരു വചനമാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഓരോ ക്രിസ്മസ് എന്ന് പറയുന്നതും കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുഹിതം ഭൂമിയിൽ പൂർത്തിയാക്കപ്പെടുന്നതിന്റെ അനുസ്മരണമാണ്. പ്രിയമുള്ളവരെ, സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭൂമിയിൽ പൂർത്തിയാക്കപ്പെടുമെന്നുള്ളതും അതെത്ര സമയമെടുത്താലും സ്വർഗത്തിന്റെ തീരുമാനം മണ്ണിൽ നടപ്പിലാക്കപ്പെടുമെന്നും മനുഷ്യന്റെ പദ്ധതികൾക്ക് ഉപരിയായി സ്വർഗമെടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ, സ്വർഗത്തിന്റെ പദ്ധതികൾ മാത്രമേ ഭൂമിയിൽ സംഭവിക്കുള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും അനുസ്മരണയുമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്ന പെരുന്നാൾ. അനാദിയിലെ ആദിമ മാതാപിതാക്കൾ പാപം മൂലം അടയ്ക്കപ്പെട്ട ഏദന്റെ വാതിലുകൾ തുറക്കുവാനായി പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരം കടം വാങ്ങി കല്ലടാവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു രക്ഷകൻ വന്നു പിറക്കുമെന്ന്, മിശിഹ വന്ന് പിറക്കുമെന്ന് സ്വർഗം അരുളി ചെയ്ത വചനം പൂർത്തിയായ ദിവസമാണ് ഈ ക്രിസ്തുമസിന്റെ ദിവസം. ഇവിടെയാണ് പരിശുദ്ധ അമ്മ പറയുന്ന വാക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ളത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങൾക്കും സ്വർഗത്തോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇത് തന്നെയാകണം. അപ്പാ, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ പൂർത്തിയാകണം. അത് സങ്കടമാകട്ടെ, പ്രയാസമാകട്ടെ, വേദനയാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും സ്വർഗത്തിന്റെ ഹിതം പൂർത്തിയാക്കപ്പെടുന്നിടത്ത് ക്രിസ്തു ജനിക്കുമെന്നൊരു ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം ഇത് തന്നെയാണ്. സ്വർഗത്തിന്റെ ഹിതം പൂർത്തിയാകാൻ മനുഷ്യൻ തലകുനിക്കുമ്പോൾ, സ്വർഗത്തിന്റെ പദ്ധതികൾക്ക് മുമ്പിൽ മനുഷ്യൻ ശിരസ് നമിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എനിക്കും നിങ്ങൾക്കും മധ്യേ ഇമ്മാനുവേലായി എന്നോടും നിങ്ങളോടും കൂടെ വസിക്കുന്ന ഒരു ദൈവം പിറക്കാനായി പോകുന്നു എന്നൊരു ബോധ്യം എന്റെ നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് എനിക്കും നിങ്ങൾക്കും മധ്യേ വന്ന് പിറന്ന് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.